കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ ഒരുപാട് കമ്പനീസിലായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജോബ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനീസിലേക്കായിട്ട് ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൗസൻഡ്സ് ഓഫ് ഇൻ്റർവ്യൂസിൽ ഇതേപോലെ തന്നെ ഇൻ്റർവ്യൂറായിട്ട് അപ്പുറം ഇരിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. സോ ഫ്രഷേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരുപാട് ഗ്രേറ്റ് ടാലൻസ്, അടിപൊളി പോർട്ട്ഫോളിയോസ് ഉള്ള ആൾക്കാർ. സോ നമ്മൾ ഈ ഒരു സംഭവം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, നല്ല സ്കിൽ സെറ്റ്സ് ഉള്ള കാൻഡിഡേറ്റ്സ് ഓർ നല്ല പോർട്ട്ഫോളിയോ ഉള്ള കാൻഡിഡേറ്റ്സ് ഇൻ്റർവ്യൂസ് ഫെയിൽ ആവാണ്. ആൻഡ് അവർക്ക് സ്കിൽ സെറ്റ് ഇല്ലാത്തതുകൊണ്ടോ കാര്യങ്ങളൊന്നും അല്ല. ഇറ്റ് ജസ്റ്റ് ദാറ്റ് അവർ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദേ ഷോ അപ്പ്. സോ ഈ ഹൗ ദേ ഷോ അപ്പ് എന്നുള്ള സാധനം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്ത് ഐ എം ഗോയിങ് ടു ഗിവ് യു 3 റിയൽ റീസൺസ് എന്തുകൊണ്ട് ആൾക്കാർ ഫെയിൽ ആവുന്നു ആൻഡ് എങ്ങനെ നമുക്കത് റെക്ടിഫൈ ചെയ്യാം, എങ്ങനെ നമ്മുടെ ഇൻ്റർവ്യൂസ് നമുക്ക് ക്രാക്ക് ചെയ്യാം, എങ്ങനെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാം, നല്ലൊരു ജോബ് ലാൻഡ് ചെയ്യാം. സോ വെൽക്കം ബാക്ക്. ആൻഡ് ബിഫോർ വി ഗെറ്റ് ഇൻ ടു ഇറ്റ്, ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കേൾക്കണം എന്നുള്ളത് ജസ്റ്റ് ലെറ്റ് മീ ക്ലാരിഫൈ. കഴിഞ്ഞ 3 വർഷത്തിനകത്ത് വി ഹാവ് ഡൺ മോർ ദാൻ 1200 പ്ലേസ്മെൻറ്റ്സ് അറ്റ് ഹാക്ക ആൻഡ് വി ആർ എ ടീം ബിഹൈൻഡ് ഹാക്ക ലൈഫ് സ്കൂൾ. ഇതല്ലാതെ നമ്മുടെ കമ്പനീസിലേക്കായിട്ട് മോർ ദാൻ 10,000+ ഇൻ്റർവ്യൂസ് കളക്റ്റീവ്ലി കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനിടയിൽ ഞങ്ങൾ കളക്റ്റീവ്ലി ചെയ്തിട്ടുണ്ട്. സോ വാട്ട് എവർ ഐ എം ടെല്ലിങ് യു, ഇതെന്തല്ല, അത് തിയറി അല്ല. ദിസ് ഈസ് വാട്ട് വി ഒബ്സർവ്, ദിസ് ഈസ് വാട്ട് വി എക്സ്പീരിയൻസ്. ആൻഡ് ആ ഒബ്സർവേഷൻ്റെയും എക്സ്പീരിയൻസസിൻ്റെയും ബേസിസിലായിട്ടാണ് നമ്മൾ ഈ പാക്കേജിങ് എൻ്റെ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നുള്ളത്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ, ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ്. ആൻഡ് പലപ്പോഴും നിങ്ങളത് ചിലപ്പം കോമൺലി കേൾക്കുന്ന സംഭവമായിരിക്കാം, പക്ഷെ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ ദിസ് ഈസ് ഫ്രം ദ ടേബിൾ ടു യു ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ റീസൺ നമ്പർ 1, ദേ കനോട്ട് പ്രസൻറ്റ് ദംസെൽവ്സ്. അവർക്ക് അവരെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് എ വെരി വെരി ബിഗ് മിസ്റ്റേക്ക്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. അത് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ഉണ്ടാവുക, നല്ലൊരു ആക്സെൻറ്റ് ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല കടുകട്ടി വാക്കുകൾ ഉച്ചരിക്കുക. ആൻഡ് മലയാളം ആണെന്നുണ്ടെങ്കിലും ഫ്ലുവൻ്റ് ആയിട്ട് അക്ഷരത്തെറ്റുകൾ, ഐ മീൻ എന്താ പറയുക, വാക്കുകൾ തെറ്റാതെ സംസാരിക്കുക. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. പക്ഷേ എല്ലാ ഇൻ്റർവ്യൂസും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ മോസ്റ്റ്ലി സ്ട്രക്ചേർഡ് ആണ്. ആൻഡ് നിങ്ങൾ ചുമ്മാ പോയിട്ട് ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, മോസ്റ്റ് കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, വീക്ക്നെസ്സസ്, സ്ട്രെങ്ത് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോയിട്ട് അടിച്ചിട്ട്, കാരണം എല്ലാ ഇൻ്റർവ്യൂവിലും ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളതാണ്, റൈറ്റ്? സോ ദേ ഗോ ടു യൂട്യൂബ്, എന്നിട്ട് അവിടെ കാണുന്ന 1, 2, 3 ഫസ്റ്റത്തെ മില്യൺസ് ഓഫ് വ്യൂസുള്ള വീഡിയോസ് എടുക്കുന്നു, എന്നിട്ട് അവിടെയുള്ള അതേ സാധനം സ്ക്രിപ്റ്റഡ് ആയിട്ട് വന്നിട്ട് പറയുന്നു. ആൻഡ് ഈ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനം ബൈ ഹാർട്ട് പഠിച്ചിട്ട് വന്നിട്ട് പറയുന്നതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവിലേക്ക് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ദ ചൈൽഡ്ഹുഡ്, അല്ലാന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് റാമ്പിൾ ചെയ്യും. സോ ഫ്രം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഇൻ്റർവ്യൂർ എന്ത് ചെയ്യാണ്, ഇപ്പുറത്തിരുന്നിട്ടായിട്ട് ഡൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ കാൻഡിഡേറ്റ് പ്രിപ്പയർഡ് ആണോ, ഈ കാൻഡിഡേറ്റ് റൈറ്റ് ആണോ, ഈ കാൻഡിഡേറ്റ് അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും ചോദിക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ പ്രിപ്പയർ ആയിട്ട് വന്നിട്ടും ഇങ്ങനെ ഫംബിൾ ആവുകയാണോ, ഇങ്ങനെ റാമ്പിൾ ആവുകയാണോ. സോ ഡൗട്ട്സ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ഒരു വെരി ബേസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ലൈക്ക് ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് എന്നുള്ളതിൻ്റെ ഒരു 4 ഫാക്ടേഴ്സ് ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാണ് ത്രൂ ഔട്ട് ദ ഇൻ്റർവ്യൂ. ഓക്കെ, 4 കാര്യമാണ് ഒരു ഇൻ്റർവ്യൂവർ അസസ് ചെയ്യുന്നത്, റൈറ്റ്? 4 പില്ലേഴ്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. ഈവൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലും ഇത് തന്നെയാണ് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, അസസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്പർ 1 ഇസ് ഹൂ യു ആർ. ആരാണ് നിങ്ങൾ, റൈറ്റ്? സോ ആരാണ് നിങ്ങൾ പറയുന്ന സമയത്ത് കേട്ട് നിങ്ങളെക്കുറിച്ചിട്ടായിട്ട് ഞങ്ങൾക്ക് അറിയേണ്ടത് വെരി ബ്രീഫായിട്ട് ക്ലിയർലി നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ പറയാന്നുള്ളൊരു സാധനമല്ല ഞങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റെസ്യൂമെയിലോ CV-യിലോ പോർട്ട്ഫോളിയോയിലോ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. സോ വാട്ട് വി വാണ്ട് ഇസ് ഹൂ യു ആർ ട്രൂലി, റൈറ്റ്? ബേസ്ഡ് ഓൺ യുവർ അസസ്മെൻറ്റ് നിങ്ങൾ ആരാന്നുള്ളത് ബ്രീഫ്ലി ക്ലിയർലി നിങ്ങളടുത്ത് കേൾക്കാന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് 1 or 2 sentences, മേ ബി 3 sentences, റൈറ്റ്? ദെൻ വാട്ട് ഹാവ് യു ഡൺ, നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓൺ പേപ്പർ അല്ല, നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം, റൈറ്റ്? വാട്ട് എവർ യു ഹാവ് ഡൺ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൺവിക്ഷൻ ഉണ്ടാവണം. ആ കൺവിക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ അസസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്, റൈറ്റ്? നിങ്ങളുടെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഏറ്റവും ഗുഡ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് വെരി സ്പെസിഫിക് ആയിട്ട് വെരി കൺസൈസ് ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റണം. കാരണം ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് they will beat around the bush. പക്ഷേ ഒരു കാര്യം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ you can just cut the crap and get straight to the point, right? The third thing is what you're good at, right? നിങ്ങളുടെ ആക്ച്വൽ സ്കിൽ സെറ്റ്സ് എന്താണ്, നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള സ്ട്രെങ്ത്സ് എന്താണ്,
റൈറ്റ്? ഈ റോളിന് വേണ്ടിയിട്ടായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ്സ് ഏതാണ്? ഇപ്പം നമ്മളെല്ലാവരും എല്ലാ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് ഒരേപോലെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ റോൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. സോ ആ ഒരു പെർട്ടിക്കുലർ റോളിൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ്സ് ഏതാണ്, ഇതാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം, വൈ യു ആർ ഹിയർ, റൈറ്റ്? എന്താണ് നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത്? നിങ്ങൾ ആക്ച്വലി വെറുതെ ചുമ്മാ ഒന്ന് ഇൻ്റർവ്യൂ ട്രൈ ചെയ്യാൻ വന്നിട്ടുള്ളതാണോ? ഓർ ഇസ് ദിസ് ജസ്റ്റ് വൺ അമംഗ് ദി ഓപ്ഷൻസ്? ഓർ എന്തുകൊണ്ട് ഈ റോള്, എന്തുകൊണ്ട് ഈ കമ്പനി? ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അസസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ആണ് വേണ്ടത്, ഒരു ജനറിക് ആയിട്ടുള്ള ഒരു സാധനമല്ല. വി ഡോണ്ട്, ഇൻ നൺ ഓഫ് ദ കമ്പനീസ് വോണ്ട് ടു ബി വൺ അമംഗ് ദി അതർ, അല്ലേ? വി വോണ്ട് സമ്മൺ ഹു കെയർസ് അബൌട്ട് ദറ്റ് കമ്പനി, റൈറ്റ്? ഹു വോണ്ട്സ് ദറ്റ് ജോബ് ബാഡ്ലി. സോ ദാറ്റ്സ് ഇറ്റ്. 4 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അസസ് ചെയ്യുന്നത്. ആൻഡ് ഈവൻ ഇഫ് ഇറ്റ്സ് എ ടെൽ മി അബൌട്ട് യുവർ സെൽഫ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും, ഈ 4 കാര്യങ്ങളും സിംപ്ലിഫൈ ചെയ്തിട്ട് ലെറ്റ്സ് സേ 1 to 2 സെൻറ്റൻസസ് ഈച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ് ദിസ് ഇൻ 60 to 90 seconds. ആൻഡ് ജസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ, ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, എൻ്റെ അടുത്ത് എന്തിനൊക്കെ കുറിച്ചിട്ട് അത് ചോദിക്കാം എന്നുള്ളതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ ആ ഇൻ്റർവ്യൂവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവർ പ്രിപ്പയർ ചെയ്തിട്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് ആയിരിക്കണം എന്നില്ല എപ്പോഴും ചോദിക്കുന്നത്. ഇപ്പോൾ ലെറ്റ്സ് സേ ഓഫ് കോഴ്സ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ, പക്ഷേ ദാറ്റ് കുഡ് ബി ലെറ്റ്സ് സേ 3 to 4 out of 10 questions, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. ഒരു 30 to 40%. ബാക്കിയുള്ളൊക്കെ നമ്മൾ പറയുന്നിടത്തുനിന്നും നമ്മളെ വാട്ട് എവർ വി ഹാവ് ആസ് ആൻ അസറ്റ്സ് എന്നൊക്കെ എടുത്തുനിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കഷൻസ് പോകുന്നത്. സോ ഒരു കാൻഡിഡേറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യുന്നു, അവരവിടെ ഇരിക്കും, ദേ പേ അറ്റൻഷൻ കൊടുക്കും. ആൻഡ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ അപ്പുറത്തിരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് പോസിറ്റീവ്ലി എന്ത് ചെയ്യാണ്, ചിന്തിച്ചു തുടങ്ങാണ്. ദിസ് ഈസ് വാട്ട് വി നീഡ്, റൈറ്റ്? നമുക്ക് 2 പേജിലാണ് വേണ്ടത്. ആൻഡ് യു ഹാവ് ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ്, ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും നിങ്ങളുടെ ഒരു എനിമി അല്ല. അയാൾക്കും വേണ്ട എന്താണ്, ആ ജോബ് അല്ലെങ്കിൽ ആ റോള് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങളെ പുറത്താക്കുക, അല്ലാതെ നിങ്ങളെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഇയാളുടെ മൈൻഡിൽ പോകുന്നില്ല അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിട്ടൊരു ക്യൂ കൊടുക്കാത്തിടത്തോളം, റൈറ്റ്? സോ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് പെർഫെക്റ്റ്, ബട്ട് ഇറ്റ് ഇസ് അബൌട്ട് ബീങ് ക്ലിയർ, റൈറ്റ്? ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ റീസൺ, നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മുടെ ആവശ്യം. നൗ ദിസ് ഇസ് സംതിങ്, ക്ലാരിറ്റി ഈസ് സംതിങ് ദാറ്റ് യു ക്യാൻ പ്രാക്ടീസ്. ദ സെക്കൻഡ് റീസൺ, ദ റെസ്യൂമേ നെവർ റീച്ചസ് അസ്, റൈറ്റ്? നമ്മളെടുത്തേക്ക് ആ റെസ്യൂമേസ് എത്തുന്നില്ല. ഐ ഗിവ് എ വെരി സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്, റൈറ്റ്? ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളൊരു ജോബ് അല്ലെങ്കിൽ ഒരു ജോബ് പോസ്റ്റ് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാണ്, റൈറ്റ്? കുഡ് ബി സെയിൽസ് എക്സിക്യൂട്ടീവ്, കുഡ് ബി ഡിസൈനർ, കുഡ് ബി ഒരു അക്കൗണ്ടൻറ്റ്, കുഡ് ബി ഒരു HR. മിനിമം ഒരു ജോബ് റോൾ ഇട്ട് കഴിഞ്ഞാൽ മിനിമം 100 ആപ്ലിക്കേഷൻസ് എന്തായാലും വരും. നോ ആഡ് സ്പെൻസ്, നത്തിങ്, ഒന്നുമില്ല. ഓർഗാനിക് ആയിട്ട് 100 ജോബ് പോസ്റ്റ് നമുക്ക് എവിടെ നിന്ന് വരാം, നമുക്ക് ലിങ്ക്ഡിൽ നിന്ന് വരാം. ഇത് ഇൻസ്റ്റഗ്രാമിനകത്തോ മറ്റ് പ്ലാറ്റ്ഫോംസിനകത്തോ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്റ്റോറി ഇടുകയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു 100 or 200 ആപ്ലിക്കേഷൻസ് നമുക്ക് അവിടെ വരാം. സോ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഗോ ത്രൂ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി ഒരു റീസണബിൾ സൈസുള്ള കമ്പനീസിലെല്ലാം ഈ ആപ്ലിക്കേഷൻസ് അഥവാ ഈ റെസ്യൂമേഴ്സ് എല്ലാം ഗോ ത്രൂ ചെയ്യുന്നത് അവിടുത്തെ ATS സിസ്റ്റമിലാണ്. എല്ലാ കമ്പനീസിലും, മോസ്റ്റ്ലി എല്ലാ കമ്പനീസിലും ഈ ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്ന ATS എന്ന് പറയുന്ന സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റഡ് ആണ്. ദീസ് ആർ സോഫ്റ്റ്വെയർസ്, റൈറ്റ്? സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ റെസ്യൂമേഴ്സ് ഒക്കെ ഈ സോഫ്റ്റ്വെയറിലോട്ട് പോവുകയാണ്. ഈ സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത്, ഫിൽട്ടർ ചെയ്തതിന് ശേഷം മാത്രമുള്ള കാര്യമാണ് അല്ലെങ്കിൽ മാത്രം ഉള്ള പ്രൊഫൈൽസാണ് നെക്സ്റ്റ് ലെയറിലോട്ട് പോകുന്നത്. കാരണം ജസ്റ്റ് ഇമാജിൻ, ഒരു ജോബ് ഇട്ടിട്ട് ഒരു 500 പ്രൊഫൈൽസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 500 പ്രൊഫൈൽസ് ഓരോന്നും ഇരുന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും? സോ ഒരു ഹയറിംഗ് മാനേജർക്കോ ഒരു മാനേജർക്കോ ഒരു HRനോ അത്രയും പ്രൊഫൈൽസ് ഫസ്റ്റ് ലെവലിൽ ഇരുന്നിട്ടായിട്ട് മാനുവലി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള ടൈം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ദേ നീഡ് ടു ബി ഫാസ്റ്റർ, റൈറ്റ്? സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ദിൽ ഡിപ്പെൻഡ് ഓൺ ടെക്, ദിൽ ഡിപ്പെൻഡ് ഓൺ സോഫ്റ്റ്വെയർസ്, ദിൽ ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി, റൈറ്റ്? സോ ദാറ്റ് ഈസ് വെയർ ATS കംസ് ഇൻ. ആൻഡ് ഈ ATS എന്ന് പറയുന്ന സാധനം ഒരുപാട് ആൾക്കാരുടെ, വളരെ നല്ല ആൾക്കാരുടെ കരിയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാക്കുന്നുണ്ട്. ആൻഡ് ഐ വിൽ ഗിവ് യു സിമ്പിൾ എക്സാമ്പിൾസ്, റൈറ്റ്? ടെക് എന്ന് പറയുന്ന സാധനം നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അതിന് ഇങ്ങനത്തെ ആയിട്ടുള്ള കോൺ ഉണ്ട്. ബിക്കോസ് ഇവൻ വെരി ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് കണ്ടിട്ടുണ്ട് ATS റിജക്ട് ചെയ്തിട്ടുള്ള പല പ്രൊഫൈൽസും. പിന്നീട് നമുക്കത് വരുന്ന സമയത്ത് ലൈക്ക് ഓ വാവ് നല്ല പ്രൊഫൈലാണ്, പക്ഷേ കുഡൻറ്റ് ഗെറ്റ് പാസ്റ്റ് ദാറ്റ് സിസ്റ്റം. സോ ATS റിജക്ഷനെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഐ ഗിവ് യു ഫൈവ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഫസ്റ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ തിങ് ദാറ്റ് വി സി, ടേബിൾസ് ആൻഡ് കോളംസ്. ATSന് ടേബിൾസും കോളംസ് റീഡ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? യുവർ ബ്യൂട്ടിഫുള്ളി ഫോർമാറ്റ് ആയിട്ടുള്ള റെസ്യൂമെ എന്താവാണ്, അവിടെ അൺറീഡബിൾ ആയിട്ട് മാറുകയാണ് ATSനെ സംബന്ധിച്ചിടത്തോളം. സോ ഡു നോട്ട് യൂസ് ടേബിൾസ് ആൻഡ് കോളംസ്, റൈറ്റ്? ഡോണ്ട് ഫോർമാറ്റ് ഇറ്റ് ദാറ്റ് വേ, മേക്ക് ഇറ്റ് വെരി വെരി സിമ്പിൾ, റൈറ്റ്? ഒരുപാട് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
വെരി എഫക്റ്റീവ് ആയിട്ടുള്ള, ഐ എം നോട്ട് സെയിങ് എഫിഷ്യൻറ്റ്, വെരി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് വേൾഡ് വൈഡ് കളക്റ്റീവ്ലി എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്, റൈറ്റ്? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ യു ക്യാൻ ഫൈൻഡ് എ വേൾഡ്. നമ്മളവിടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടെംപ്ലേറ്റ്സ് അവിടെ പോസ്റ്റ് ചെയ്യാം. യു ക്യാൻ ക്ലിക്ക് ഓൺ ഇറ്റ്, യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ്, റൈറ്റ്? നൗ ദ സെക്കൻഡ് ഈസ് ഫോട്ടോസും ഗ്രാഫിക്സും. നിങ്ങളുടെ ഫോട്ടോസും ഗ്രാഫിക്സും വരുന്നതോട് കൂടിയിട്ടായിട്ട് ATS എന്താണ്, അതിൻ്റെ എൻറ്റയർ പാർസിങ് ബ്രേക്ക് ആവും ഒറ്റയടിക്ക്. സോ എൻറ്റയർലി റിമൂവ് ദാറ്റ്. ഡു നോട്ട് ആഡ് യുവർ ഫോട്ടോസ് ഓർ ഗ്രാഫിക്സ് ഓർ എനിത്തിങ്, റൈറ്റ്? തേർഡ് ഇസ് മിസ്സിംഗ് കീവേഡ്സ്. ഈ ATS വർക്ക് ചെയ്യുന്നത് ദിസ് ഇസ് ഹൗ എക്സാക്ട്ലി ഇറ്റ് വർക്ക്. സോ നമ്മളൊരു ജോബിന് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് വിൽ ക്രിയേറ്റ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ എ റോൾ ക്ലാരിറ്റി ഡോക്യുമെന്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് ഈ ഇൻഫർമേഷൻ എവിടെ കൊടുക്കുകയാണ്, നമ്മൾ ATSലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ATS എന്താ ചെയ്യുന്നത്, അവിടെയുള്ള കീവേഡ്സിന് സ്പെസിഫിക് ആയിട്ടാണ് ഓരോ പ്രൊഫൈൽസിനെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരു ATS ഫ്രണ്ടിലായിട്ടൊരു റെസ്യൂമെ ഉണ്ടാക്കിയിട്ട് ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് ആ ജോബിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം വേറൊരു ജോബിന് അപ്ലൈ ചെയ്തതിനാൽ സെയിം സിസ്റ്റം എന്ത് ചെയ്യാം, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. കാരണം എന്ത് ചെയ്യാം, കീവേഡ്സിന് സ്പെസിഫിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുന്നത്. ബട്ട് ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കീവേഡ്സ് ചിലപ്പോൾ നിങ്ങളെ റെസ്യൂമിന് ഉണ്ടാവണമെന്നില്ല. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ ലൈക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനം ജെൻറിക് റെസ്യൂമെ അയക്കുന്നുള്ള സാധനം. എല്ലാവർക്കും നിങ്ങൾ ഒരേ റെസ്യൂമെ അയച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇൻസ്റ്റെഡ്, ഓരോ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ റെസ്യൂമിനെ മാറ്റണം, കീവേഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇറ്റ്സ് വെരി വെരി ഈസി ടുഡേ, അല്ലേ? നമ്മൾ ഇരുന്നിട്ടായിട്ട് ഒന്നും മാനുവൽ എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു 10-20 വേർഷൻ ഓഫ് റെസ്യൂമേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും, റൈറ്റ്? യു ഹാവ് ഓൾ ദ ടെക്നോളജി ദാറ്റ് വി ഹാവ്, ഓൾ ദി AI ടൂൾസ് ദാറ്റ് വി ഹാവ്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വി ക്യാൻ ക്രിയേറ്റ് ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് റെസ്യൂമേസ്, കീവേഡ്സ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും, റൈറ്റ്? നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വെച്ചാൽ നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ റെസ്യൂമെ കൊടുത്തിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള കീവേഡ് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ റെസ്യൂമിനെ മാറ്റി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സെക്ഷൻസ്, എല്ലാ സെക്ഷൻസും മാറ്റണമെന്നില്ല. മേ ബി യുവർ അബൌട്ട് സെക്ഷൻ, യുവർ സമ്മറി, യുവർ എക്സിക്യൂട്ടീവ് സമ്മറി, ഈ സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാറ്റാം, അവിടെ കീവേഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ആ കീവേഡ്സ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ATSനെ നിങ്ങളുടെ സെലക്ഷൻ ട്രിഗർ ചെയ്യാം. ആൻഡ് ഫൈനലി the most common mistake is wrong file format അയക്കുക എന്നുള്ളതാണ്. PDF ആണ് പ്രിഫേർഡ് ആയിട്ടുള്ള ഫോമാറ്റ് അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങളടുത്ത് കമ്പനി പറയാണ് വേർഡ് ഫോമാറ്റിൽ അയക്കണം എന്നുള്ളത്. വി സീ ദിസ് എ ലോട്ട് ഓഫ് ടൈം, റൈറ്റ്? പല ആൾക്കാരും വേർഡ് ഫയലായിട്ട് കാര്യങ്ങൾ അയക്കും, ഈവൻ PPT ഫയൽ ഓൾസോ അയക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് രണ്ടും എന്ത് ചെയ്യത്തില്ല, വർക്ക് ആവില്ല. PDF is the preferred format, right? So ഇതിൻ്റെ ഫിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ്, ഇറ്റ്സ് വെരി വെരി സിമ്പിൾ, റൈറ്റ്? ക്ലീൻ ഫോമാറ്റ്, പ്ലെയിൻ ടെക്സ്റ്റ്, കീവേഡ്സ്, ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ബേസിലുള്ള കീവേഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 പേജ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 2 pages. ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് സമ്മറി ഓഫ് ATS, how you can crack ATS, right? ഒരുപാട് ഫോമാറ്റ്സ് ഉണ്ട്, ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ബിലോ. നൗ മിക്ക ആൾക്കാർക്കും ഇത് അറിയില്ല, റൈറ്റ്? ദേ കീപ് ഡൂയിങ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഒന്നെങ്കിൽ റിസർച്ചിൻ്റെ കുഴപ്പമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കാതിനൊക്കെ ആയിട്ടുള്ള കുഴപ്പമായിരിക്കാം. അവർ ഈ റോങ് ആയിട്ടുള്ള ഫോമാറ്റിലുള്ള റെസ്യൂമേസിൽ മണിക്കൂറോളം വർക്ക് ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടാത്തൊരവസ്ഥയാണ് വരുന്നത്, റൈറ്റ്? ചിലപ്പോൾ ഇൻ്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞാൽ പുഷ്പം പോലെ ക്രാക്ക് ചെയ്തിട്ട് പോകുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. നൗ ദ തേർഡ് റീസൺ, റൈറ്റ്? ദിസ് ഇസ് the most common പ്രിപ്പറേഷൻ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ്. ദാറ്റ് ഈസ് ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ബീങ് ഇവാലുവേറ്റഡ്. എന്തിൻ്റെ മേലെയാണ് അവരെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാതിരിക്കുക. ദിസ് ഇസ് ദ നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം, റൈറ്റ്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ടു അണ്ടർസ്റ്റാൻഡ്. മിക്ക ആൾക്കാരും ദേ പ്രിപ്പയർ ആൻസേഴ്സ്, റൈറ്റ്? അവർ നല്ല പ്രിപ്പയർഡ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. കോമൺ ആയിട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നോക്കി കാണും, അവർ കുറേ റിസർച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, റെസ്പോൺസസ് മെമ്മറൈസ് ചെയ്തിട്ടുണ്ടാവും. ഒരു കാര്യം ചോദിച്ചാൽ ഷടപടെ ജസ്റ്റ് കം ഇൻ ദെയർ. പക്ഷേ ആ ആൻസേഴ്സിന് വേണ്ടി, ആ ആൻസേഴ്സിൻ്റെ ബേസിസിലല്ല ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാളെ നോക്കുന്നത് എന്നുള്ളത് അവരെന്ത് ചെയ്യുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. സോ ഒരു ഇൻ്റർവ്യൂവർ 5 കാര്യത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ 5 കാര്യത്തിൻ്റെ ബേസിസിലായിട്ടാണ് ഒരാളെ അസസ് ചെയ്യുക. നമ്പർ 1, കോൺഫിഡൻസ് അണ്ടർ പ്രഷർ, റൈറ്റ്? സോ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഇൻ്റർവ്യൂ ഇസ് എ വെരി പ്രഷർ എൻവയൺമെൻറ്റ്, റൈറ്റ്? സോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്തായിട്ട് ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഒരു ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു റിവേർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോളോ അപ്പ് അവർക്ക് ഈസിലി അഥവാ കോൺഫിഡൻസോട് കൂടിയിട്ടായിട്ട്, ക്ലാരിറ്റിയോട് കൂടിയിട്ടായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അത് കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്, റൈറ്റ്? സോ ഹൗ സംവൺ ബിഹേവ്സ്, റൈറ്റ്, വെൻ ദേ ഹാവ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അറ്റ് വർക്ക് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ആർ അസസിങ്. ആൻഡ്
ഈ സാധനത്തിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ചോദിക്കും. പല ആൾക്കാരും പറയും ഐ വർക്ക് റിയലി ഗുഡ്, എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഐ വർക്ക് റിയലി വെൽ ഡ്യൂറിങ് ദ പ്രഷർ എന്നുള്ളതാണ്. ഇൻ്റർവ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസിലി അത് അസസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പർ 2 ഇസ് കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി, റൈറ്റ്? നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്താനായിട്ട് പറ്റുന്നുണ്ടോ, ഓർ ആർ യു മേക്കിംഗ് ഇറ്റ് വെരി കോംപ്ലിക്കേറ്റഡ്, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്? ഒരു കാര്യം പറയാൻ സിമ്പിളായിട്ടുള്ളൊരു യെസ് ഓർ നോ പറയാൻ വേണ്ടിയിട്ടായിട്ട് ആർ യു ക്രിയേറ്റിംഗ് എ സ്റ്റോറി അറൗണ്ട് ഇറ്റ്, റൈറ്റ്? സോ എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു, ദാറ്റ് ഇസ് എ സെക്കൻഡ് തിങ്. ദിസ് ഇസ് ദ ക്ലിയറസ്റ്റ് സിഗ്നൽ. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി പറയുന്ന സാധനമാണ് ഇൻ്റലിജൻസിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും ക്ലിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി എന്ന് പറയുന്നത്. നമ്പർ 3 ഈസ് സെൽഫ് അവെയർനെസ്, റൈറ്റ്? സോ നിങ്ങളുടെ സ്ട്രെങ്സ്, നിങ്ങളുടെ വീക്ക്നെസ്സസ്, നിങ്ങളുടെ എബിലിറ്റീസ്, നിങ്ങളുടെ what exactly you are, what exactly you can contribute and what exactly is that you cannot contribute, ഇതിനെക്കുറിച്ചായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടോ, ഐഡിയ ഉണ്ടോ? ദാറ്റ് ഇസ് എ തേർഡ് തിങ്. ഫോർത്ത് തിങ് ഇസ് പ്രിപ്പറേഷൻ, റൈറ്റ്? അവർ കമ്പനീനെ കുറിച്ചായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടോ? കമ്പനീൻ്റെ പാസ്റ്റ് ലെറ്റ്സ് സേ ഒരു 3 to 4 months നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആണോ? കമ്പനിയുടെ ഡൊമൈനെ കുറിച്ച് അവെയർ ആണോ? കമ്പനി എന്തിനാണ് ആ റോളിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹയർ ചെയ്യുന്നതെന്നുള്ളതും ആ റോളിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതും ആ റോളിൽ ഇഫ് അയാൾക്ക് എന്ത് ചെയ്താൽ ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെയൊക്കെ കാരണമായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ. ഐം നോട്ട് ടോക്കിംഗ് ഒരു 100% ഐഡിയ ഉണ്ടെന്നുള്ളതല്ല, ഒരു ബേസിക് ഐഡിയ അവർക്കുണ്ടോ, അതിനെക്കുറിച്ചിട്ടുള്ളൊരു റിസർച്ച് അവർ ചെയ്തിട്ടുണ്ടോ? വെരി മോസ്റ്റ് കോമൺ, അതായത് ഞങ്ങളടുത്ത് ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഞങ്ങളടുത്ത് പറയുന്നൊരു സംഭവമാണ്, വെരി കോമൺ ആയിട്ട് പറയുന്നൊരു സാധനമാണ്. യു ടോക്ക് ടു ഹൺഡ്രഡ്സ് ഓഫ് ഫൗണ്ടേഴ്സ്, എവരിബഡി സേസ് വന്ന ആൾക്ക് ഞങ്ങളുടെ കമ്പനി എന്താണെന്ന് പോലും അറിയില്ല, ഒരാളുടെ വെബ്സൈറ്റ് പോലും കയറി നോക്കിയിട്ടില്ല. സോ പ്രിപ്പറേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫൈനലി നമ്പർ 5 ഇസ് കൾച്ചറൽ ഫിറ്റ്. എന്താണ് കൾച്ചറൽ ഫിറ്റ്? ഈ ഒരു പെർട്ടിക്കുലർ ആൾ ഈ ഒരു കമ്പനിയിൽ ഇവിടെ ബിലോങ് ആവുന്നുണ്ടോ, റൈറ്റ്? ഇവിടുത്തെ വാല്യൂസ് അനുസരിച്ചിട്ടായിട്ടും ഇവിടുത്തെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടായിട്ടും ഇവിടുത്തെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ടായിട്ടും അയാൾക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ദിസ് ഈസ് വാട്ട് ആൻ ഇൻ്റർവ്യൂവർ ഈസ് അസസിങ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനർജി, ആറ്റിറ്റ്യൂഡ്. ആൻഡ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് മറ്റു ആൾക്കാരുണ്ടാവും, അവരുമായിട്ട് ഇയാൾക്ക് കോൺവെർസേഷൻ കൊണ്ടുപോകാനായിട്ട് പറ്റുമോ, അവർക്ക് ഇയാളുടെ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. സോ എന്താണ് നിങ്ങളെ ബീങ് അസസ്ഡ് എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയത്ത് യു സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഡിഫറെൻ്റ്ലി, റൈറ്റ്? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ചുമ്മാ ഒരു റൈറ്റ് ആൻസർ കൊടുക്കുക എന്നുള്ളടത്തേക്കായിട്ടല്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ എനിക്ക് അവിടെ ഫിറ്റ് ആവാം, അല്ലെങ്കിൽ എന്നെ ഇതിൻ്റെ ബേസിലാണ് അസസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്ന റെസ്പോൺസസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിനനുസരിച്ചായിട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ഇത് നമ്മൾ എത്ര ദീസ് തിങ്സ് it only comes through rigorous research, rigorous practice and rigorous preparation. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, റൈറ്റ്? അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ ഷോ അപ്പ്. ആൻഡ് ഒരു ഇൻ്റർവ്യൂവർ ദിൽ ബി വെരി കോഷ്യസ്, ഒരു നല്ല ഇൻ്റർവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ, നല്ല കമ്പനിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര കോഷ്യസ് ആയിരിക്കും. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ദ വേ യു ഡെലിവർ തിങ്സ്, നിങ്ങളുടെ ക്ലാരിറ്റി, നിങ്ങളുടെ യുവർ എബിലിറ്റി ടു സിംപ്ലിഫൈ തിങ്സ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു കാര്യമാണ്. സോ നിങ്ങൾക്ക് അവിടെ ഒരു പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്, റൈറ്റ്? After assessing all of this and doing more than 1200 plus placements and hiring more than 1000 plus people, these are the things, അത് ഹയർ ചെയ്യപ്പെടുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഞങ്ങൾ കാണുന്ന 5 കോമൺ ആയിട്ടുള്ള ട്രേറ്റ്സ് ആണ്. ഒന്ന്, ദേ പ്രിപ്പയർഡ്, ദേ വെൽ റിസർച്ച്, ദേ പ്രിപ്പയർ. അവർക്ക് അറിയാം അവരെന്തിനാണ് അവിടെ പോയിട്ട് എന്നുള്ളതും അവരുടെ എന്താ നോക്കാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. 2, ദേ സ്ട്രക്ചേർഡ്, റൈറ്റ്? ലൈക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്ക് ലെറ്റ്സ് സേ it have clarity, right? Beginning in the middle and the end ഉണ്ട്, and there is a logic when they speak and all of that. Third is they're honest. അറിയില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അറിയില്ല എന്നുള്ളതും, അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അറിയുന്നത് പോലെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറയാനും അത് കൺവേ ചെയ്യാനും അവർക്ക് പറ്റുന്നുണ്ട്, റൈറ്റ്? Honesty is a sign of confidence, not weakness, right? And that is your biggest strength as well. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവർ നിങ്ങളോട് ചോദിക്കുകയാണ് like what is your skill, നിങ്ങൾ പറയാണ് so and so and so, you're being very honest, they'll be like okay, honesty is this guy's സ്കിൽ, അതാണ് സ്ട്രെങ്ത്, റൈറ്റ്? ഓണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ വളരെ ചുരുക്കമാണ് കിട്ടാറുള്ളൂ. അപ്പോൾ ഓണസ്റ്റ് ഈസ് എ വെരി ബിഗ് സ്ട്രെങ്ത്. ആൻഡ് ഫോർത്ത് വൺ, ദ ജെനുവൻലി ഇൻട്രസ്റ്റഡ്, റൈറ്റ്? ആ ഒരു പെർട്ടിക്കുലർ റോളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് ഒരു ജെനുവൻലി ഇൻട്രസ്റ്റഡ് ആണ്. ആൻഡ് ഫൈനലി നമ്പർ 5, ദേ ഫോളോ അപ്പ്, അവർ ഫോളോ അപ്പ് എടുക്കും, റൈറ്റ്? സോ ഇഫ് യു ഹാവ് ബീൻ വാച്ചിങ് ടിൽ നൗ, നിങ്ങൾക്ക് ഓൾറെഡി യു നോ ദ പാറ്റേൺസ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് സൈൻ. കാരണം അവെയർനെസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഏതൊരു കാര്യം മാറ്റുന്നതിൻ്റെയും. മിക്ക ആൾക്കാരും അവെയർനെസ് എന്ന് പറയുന്ന സാധനം കിട്ടാറില്ല. സോ നൗ യു ഹാവ് അവെയർനെസ്, ഓൾ യു ഹാവ് ടു ഡു ഇസ് ഈ പറയുന്ന കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഓൾ 3, റൈറ്റ്? ഓരോന്നും പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഹൗ യു കൺവേ തിങ്സ്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ്, എന്നിട്ട് അതൊരു ടെക്സ്റ്റ് ബുക്ക് ആൻസേഴ്സ് കൊടുക്കാതെ ആക്കുക. മേക്ക് ഇറ്റ് വെരി പേഴ്സണലൈസ്ഡ്, പറഞ്ഞ ഫ്രെയിം വർക്ക്സ് കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യുക.
ഒരു 4-5 ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് റെസ്യൂമേസ് എങ്കിലും ഉണ്ടാക്കി വെക്കുക. ദ ബെസ്റ്റ് പ്രാക്ടീസ് ഇസ് ഓൾവേസ് ജോബ് ഡിസ്ക്രിപ്ഷൻ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ റെസ്യൂമിനെ മാറ്റുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സമ്മറി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ്. ബട്ട് സ്റ്റിൽ ഹാവ് ഒരു 4 to 5 വേർഷൻസ് ഓഫ് യുവർ റെസ്യൂമേസ് ഇൻ ഹാൻഡ് റെഡി. ഒരു ജോബ് അപ്ലിക്കേഷൻ വരുന്ന സമയത്തല്ല നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യേണ്ടത്, റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓൾവേസ് ഹാവ് ഇറ്റ് ഇൻ ഹാൻഡ്. ദെൻ prepare for interviews as a whole experience, right? Collectively simulate ചെയ്യുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. നമുക്കതിന് വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട്. You can just use ChatGPT to be an interviewer, even have it ask questions and all of that. Just do it. So that's it. And if you find this useful, just subscribe to the channel, because എല്ലാ വീക്കിലും എൻ്റെ വീഡിയോസ് ഉണ്ടാവും. ആൻഡ് ഓരോ വീഡിയോസിനകത്തും വിൽ കവർ some things which we have observed and experienced sitting on the other side of the table and building the companies and helping thousands of people build their careers as well. So until I see you next time, let's not be average and keep growing.